ഹെൽത്തി ആയിട്ടുള്ള അത്താഴത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഈത്തപ്പഴം, റോബസ്റ്റോ പഴം, ഓട്സ്, ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 500 ml ഗുഡ് ലൈഫിൻ്റെ ടോൺഡ് മിൽക്കാണിത്. റോബസ്റ്റോ പഴം 2 ഗ്ലാസ് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. റോബസ്റ്റോ പഴം മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 1 ഗ്ലാസ്സാണ് വേണ്ടതെങ്കിൽ 1 റോബസ്റ്റോ പഴം എടുത്താൽ മതി. 2 റോബസ്റ്റോ പഴവും മിക്സിയിലേക്ക് മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 4 ഈത്തപ്പഴമാണ്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ ഈത്തപ്പഴം എടുക്കുക. മധുരം അധികം വേണ്ടാത്തവർക്ക് 2 എണ്ണം എടുത്താലും മതി. ഞാൻ 2 ഗ്ലാസ് ആയതുകൊണ്ടാണ് 4 ഈത്തപ്പഴം എടുക്കുന്നത്. ഈ ഈത്തപ്പഴം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ കുരു കളഞ്ഞ ശേഷം മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് തരം ഈത്തപ്പഴം വേണമെങ്കിലും ഈ സ്മൂത്തിക്ക് എടുക്കാൻ പറ്റും. ഈ സ്മൂത്തി 1 ഗ്ലാസ് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. ഒട്ടും വിശപ്പ് തോന്നില്ല. അത്താഴത്തിന് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഞാൻ 500 ml ഗുഡ് ലൈഫിൻ്റെ ടോൺഡ് മിൽക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 500 ml മുഴുവനും ഒഴിക്കുന്നുണ്ട്. ഈ മിൽക്ക് കുറച്ച് ഫാറ്റ് കുറഞ്ഞ മിൽക്കാണ്, അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. എപ്പോഴും ഫാറ്റ് കുറഞ്ഞ മിൽക്ക് എടുക്കാൻ നോക്കണം. അടുത്തതായിട്ട് ഓട്സ് ആണ് എടുക്കുന്നത്. ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, ഇത് റോൾഡ് ഓട്സ് ആണ്. ഈ ഓട്സ് 3 ടേബിൾ സ്പൂണ് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഓട്സിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റോൾഡ് ഓട്സ് എടുക്കാൻ നോക്കണം. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും കുറച്ചുകൂടി നല്ല ഘടകങ്ങളൊക്കെ ഉള്ളത് ഈ റോൾഡ് ഓട്സിലാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എല്ലാ മിശ്രിതവും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് സ്മൂത്തി ഇവിടെ റെഡി.